തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 21-നായിരിക്കും. അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് ഡിസംബർ 26, 27 തീയതികളിൽ നടക്കും. കോർപ്പറേഷൻ മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെയാണ്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, തീയതി, നടപടിക്രമങ്ങൾ തുടങ്ങിയവയിലെ തീരുമാനം? മധു, 21-ാം തീയതിയാണ് ഇതിനോടകം ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അതിനുശേഷം 26-ാം തീയതി കോർപ്പറേഷൻ മേയർ, മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാൻ എന്നിവരുടെ സത്യപ്രതിജ്ഞ അന്ന് രാവിലെ 10:30. അതിനുശേഷം ഡെപ്യൂട്ടി മേയർ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, മുനിസിപ്പാലിറ്റികളിലാവുമ്പോൾ ചെയർപേഴ്സൺ, ഇവരുടെ തെരഞ്ഞെടുപ്പ് 26-ന് തന്നെ ഉച്ചയ്ക്ക് 2:30 നടക്കും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30. അത് അവിടെ തന്നെയുള്ള വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് 2:30. ഇതിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 ഇടങ്ങളാണുള്ളത്. അത് തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡ്, ഇതിന് പുറമെ മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂറ് വാർഡുകൾ. ഈ വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനുവരി 13-നാണ്. ഈ 2 ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും, അതുപോലെ തന്നെ വിഴിഞ്ഞം വാർഡിൽ മാത്രമായും ഈ പെരുമാറ്റച്ചട്ടം അതുവരെ നിലനിൽക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഡിസംബർ 20-ന് കാലാവധി അവസാനിക്കാത്ത ചില തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. അത് മലപ്പുറത്തെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ആണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഡിസംബർ മാസത്തിൽ തന്നെ നടക്കും. ഡിസംബർ 22-ന് നടക്കും. പക്ഷേ ചൊക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 26-നും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ 31-ന് രാവിലെ 10:30 നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്നേ ദിവസം തന്നെയാണ് വൈസ് പ്രസിഡന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഉച്ചയ്ക്ക് 2:30 നടത്താനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടായിരിക്കുകയാണ്.